ഹേ ഗായ്സ്, വെൽക്കം ടു ASN വ്ളോഗ്സ്. ഇന്ന് നമ്മുടെ ട്രിപ്പ് വ്ളോഗ് പാർട്ട് 2 ആണ്. ഇതാണ് മുംബൈയിലെ മിനാ മസ്ജിദ് സെൻറ്റർ. ഇവിടെ എല്ലാ സാധനവും കിട്ടുന്നതാണെങ്കിൽ പറയാം. അത്രയ്ക്ക് വലിയൊരു മാർക്കറ്റാണിത്. ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടുത്തെ കച്ചീമേമൻ ജമാഅത്ത് ഖാനെ വെച്ചായിരുന്നു ഞങ്ങളുടെ എല്ലാ ഫങ്ഷൻസും. ഹേ ഗായ്സ്, അപ്പോൾ ഇന്നലെ രാത്രി ഫുള്ള് കല്യാണത്തിൻ്റെ ഫങ്ഷനൊക്കെ നല്ല ബിസിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതൊരു തമിഴ് സിനിമയുടെ ഡബ്ബാണ് കേട്ടോ. ഇത് മുംബൈയിലെ ഒരു ഷോപ്പിംഗ് മോളാണ്, സിറ്റി സെന്റർ. പക്ഷെ അധികം കടകളൊന്നും ഇല്ല കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സിറ്റി ബസ് സ്റ്റാൻഡാണ്. ഇവിടെ മൊത്തം ഇലക്ട്രിക് ബസ്സുകളാണ്. ഇതിവിടുത്തെ പൂക്കട, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത് ഇവിടുത്തെ ഒരു സ്വീറ്റ് ഷോപ്പാണ്, സുലൈമാൻ മിഠായി വാല. ഇവിടുത്തെ സ്വീറ്റ്സിനൊക്കെ ഭയങ്കര ഡിമാൻഡാ. മുംബൈയിൽ നമ്മളിപ്പോൾ പോയ സ്ഥലത്ത് എവിടെ നോക്കിയാലും ടാക്സികളാണ്. നിർത്തിയേക്കുന്നതോ ഓടുന്നതോ ടാക്സി എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ ഏരിയയിൽ ഓട്ടോറിക്ഷയേ ഇല്ല. ഇത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ ഇവിടുത്തെ ലോക്കൽ ബസ്സുകളാണ്. ഫുൾ ഇലക്ട്രിക്കും AC ആണ്. ഇവിടെ ബസ്സിൻ്റെ കാര്യത്തിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഏകദേശം. പ്രൈവറ്റ് ബസ്സൊക്കെ റോഡിനെ നടുക്കാ കൊണ്ട് നിർത്തുന്നത്. ഭൂമിക്കുണ്ടൊരു തിങ്കൾ കലയ പിന്തുണ പോലെ. ഇത് ഇവിടുത്തെ ഒരു പ്രശസ്തമായ സ്വീറ്റ് ഷോപ്പാണ് തഹൂറ. നാട്ടിലെവിടെയും കിട്ടാത്ത വെറൈറ്റി മിഠായികളും സ്വീറ്റ്സാണ് ഇവിടെ കിട്ടുന്നത്. ഹൃദയത്തിൻ കോണിൽ റാപ്പുകളാലൊരു കോവിൽ കെട്ടുവാനേ. ഹിപ്ഹോപ്പിൻ സുൽത്താൻ പലകര അറബിക്കടലു കടന്നോനെ. എനിക്കായി മലബാർ മുതൽ കബഡിയാറ് വരെ പല ആളുകളുണ്ട്. പാട്ടാലെ കേറിപ്പോയത് സന്തോഷത്താൽ നിറഞ്ഞ കണ്ണുകൾ മുന്നാലെ. നമ്മൾ തൊട്ടപ്പുറത്തുള്ള സ്വീറ്റ് ഷോപ്പിലാണ് കയറിയത്. അവിടെ മൊത്തം ഭയങ്കര വില. ഇവിടെ നോക്കി, ഒരു സൈഡ് മൊത്തം വെറൈറ്റി കുക്കീസാണ്. ഇതിനകത്ത് പല കുക്കീസും ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത് തന്നെ. ഈ സൈഡ് മൊത്തം രസഗുല പോലത്തെ ഐറ്റംസ് ആണ് വരുന്നത്. ഇഷ്ടം പോലെ മിഠായിയാണ് ഗൈസ് ഇവിടെ. ഇതിൻ്റെയൊക്കെ പേര് പറയുന്നത് അതിനെ കാണത്തുള്ള സമയം. നീ സ്നേഹിക്കും ജേണറിന്റെ ബാപ്പു, ഒരു പതിറ്റാണ്ടിൻ ഗെയിം സ്റ്റിൽ കൗണ്ടിങ്. എന്റെ റാപ്പർ സൽ സ്വഭാവമുള്ള മാൻ തോക്കും മുന്നിൽ എന്റെ ലോബ് ഒരു നോക്ക്. നമ്മുടെയൊക്കെ നാട്ടിൽ സ്പൈസസ് ഒക്കെ കിട്ടുന്ന കടയില്ലേ, അതുപോലത്തെ ഒരു സെറ്റപ്പിൽ ഇവിടെ മൊത്തം ടൊബാക്കോ ഐറ്റംസ് ആണ് കേട്ടോ കിട്ടുന്നത്. നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഒരു റൂമിനകത്ത് AC ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് മുടി വെട്ടാൻ പറ്റത്തുള്ളൂ. ഇവിടെയൊക്കെ പുറത്തിരുത്തിയ മുടി വെട്ടിക്കുന്നത്. വിളക്ക് വെക്കുന്ന പോലെ പകുത്തു തന്നതല്ലേ എന്നുടെ പാടത്തു പൊന്നയിലേറ്റ് വിളഞ്ഞ കഥകളെ. വിളക്ക് വെക്കുന്ന പോലെ